ബഹുമാന്യനായ ശ്രീ ശശി തരൂർ എം പി, പ്രിയങ്കരനായ അധ്യക്ഷൻ, ഇവിടെയുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, കൌൺസിലർമാരെ, ബഹുമാന്യരെ, ഒരു കാര്യം, കോളറ വ്യാപകമാവുകയാണ്. 10 എന്ന് പറയുന്ന കള്ളക്കണക്കാണ്. 10 പേരൊന്നുമല്ല. DMO അടുത്ത് പറഞ്ഞിരിക്കുന്നു, കോളറ ആയിട്ട് മരിച്ചാലും വയറ്റിളക്കം എന്നേ പറയാവൂ എന്ന് കർശനമായി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് കാരണം? പൈപ്പ് ലൈനും ഡ്രൈനേജിന്റെ വെള്ളവും കൂടി ഒരുമിച്ചാണ് പലയിടത്തും. മന്ത്രിമാരുടെ വീടുകളിലൊന്നും പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നില്ല. അവിടെയെല്ലാം കെട്ടുകണക്കിന് മിനറൽ വാട്ടറിന്റെ കുപ്പികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. മന്ത്രിമാർക്ക് നിർദ്ദേശം കൂടി തിരിഞ്ഞത് കുടിക്കരുത്, കാളറ വരൂ. പാവപ്പെട്ട ഈ നാട്ടുകാർ മുഴുവൻ ഇതാണല്ലോ കുടിക്കുന്നത്. ഇത് ചോദിക്കാനും പറയാനും ആളില്ല. എല്ലാത്തിനും നമ്മുടെ മുഖ്യമന്ത്രിയുണ്ട്, അയാൾ മിണ്ടുന്നില്ല. ഇത്രയും ദിവസമായി ഇത്ര പേർ മരിച്ചു. ദാരുണമായ മരണം. ഈ സംഭവം ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി ഒന്ന് മിണ്ടണ്ടേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം അങ്ങാടി വരുന്നതിന്റെ പേര് വിളിച്ചു പറയുന്ന പിണറായി വിജയൻ, അയാൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല? സ്നേഹിതരെ, ഒരു സംശയം വേണ്ട, ഈ പുണ്യനഗരത്തിന്, ഇത് പുണ്യനഗരമാണ്, പുണ്യാത്മാക്കൾ പലരും നയിച്ച നാടാണ് അനന്തപുരി. എല്ലാവരും പരിശുദ്ധമായി കൊണ്ടു നടന്ന ഈ നാട് ഗുണം പിടിക്കണമെങ്കിൽ ഈ മേയർ ഇറങ്ങിപ്പോണം. ആണോ പെണ്ണോ വേറെ മാനമുള്ള ആരെങ്കിലും കയറി ഈ സ്ഥാനത്തിരിക്കണം, അല്ലാതെ ഇവിടെ ഗുണം പിടിക്കില്ല. ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യുന്ന, ആവശ്യമുള്ള ഒന്നും ചെയ്യാത്ത ഒരു മേയറാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർക്ക് എന്താ മണി എന്ന് ശിവകുമാർ ഇവിടെ ചോദിച്ചു. എന്താ മന്ത്രിമാർ? ഒരു ആരോഗ്യമന്ത്രി ഈ പണിയൊന്നും നോക്കുന്നില്ല. കോളറ വന്ന് മരിച്ചവർ അനന്തം അവിരാമം ആ മരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് ഒന്നും നോക്കണ്ട. ആരോഗ്യമന്ത്രി പീഡിപ്പിച്ചിട്ട് വരുന്നവനെ എങ്ങനെ പാർട്ടി ചേർക്കും എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഒരുമാതിരി പീഡിപ്പിച്ചിട്ടുള്ളവനൊക്കെ ആരോഗ്യമന്ത്രിയുടെ ചുറ്റും നടക്കുകയുമാണ്. അതാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ മീൻ തിന്നുന്നവൻ മത്സ്യവകുപ്പ് മന്ത്രി, ഒരു വിവരവും ഇല്ലാത്തവൻ വിദ്യാഭ്യാസ മന്ത്രി, ഇല്ലേ? അവൻ മന്ത്രിയായിരുന്ന കാലത്താണ്, നിങ്ങൾക്കറിയാം, ഇതുപോലെ ഒരു കാര്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ ഈ കുടിവെള്ള ഇതിന്റെ കാര്യം. അവിടെ കാണുന്ന വള്ളക്കടവിനപ്പുറത്ത് ഒരു കാഴ്ച ഞാൻ കണ്ടു. നീർനായും പെരിച്ചാടിയും കൂട്ടമായി ചത്തു കിടക്കുന്നു. അപ്പൊ ഇനി എലിപ്പനി വരുമെന്ന് പേടിക്കണ്ട, എല്ലാ എലിയും ചാവുന്നു, വെള്ളം കുടിച്ചത്, അല്ലേ? നീർനാവരെ ചത്തു കിടക്കുന്നു. മനുഷ്യന്റെ അവസ്ഥ പ്രത്യേകമായി പറയണോ? ജോയിയുടെ വീട്ടിൽ പോയി കരഞ്ഞെന്ന് നിങ്ങൾ ആ ഫോട്ടോ സൂക്ഷിച്ച് നോക്ക്. അവളെ കയ്യിൽ ഉള്ളിത്തൊലിയുണ്ട്, ഇല്ല കണ്ണീര് തുടയ്ക്കും പോലെ ഇടയ്ക്കിടയ്ക്ക് അതിട്ട് തുടയ്ക്കുന്നുണ്ട് അവള്, എന്നിട്ടാണ് കണയുന്നത്, അല്ലേ? ഈ പോക്കൃത്തരങ്ങളെല്ലാം ഈ നാട്ടിൽ നടക്കുന്നു. ഈ നാടിന് ഇത്രയും നാശം വരാൻ സാഹചര്യമൊരുക്കിയ മന്ത്രിമാരും ഈ ഭരണ സംവിധാനവും മാറണം. ഈ തലസ്ഥാന നഗരിയിൽ ശുദ്ധജലം കിട്ടണമെങ്കിൽ കോളറ മാറണമേ. ഈ പുണ്യനഗരത്തിന് രക്ഷ വേണമെങ്കിൽ ഇതിനെയെല്ലാം അടിച്ചിറക്കി ചാണകം തളിച്ച് കോൺഗ്രസിന്റെ ഒരു മേയർ വരും, ഇവിടെ വോട്ട് ചെയ്യുക. കോൺഗ്രസിന്റെ ഒരു മേയർ വരും. വരാത്തതിന്റെ ദുഃഖമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അതുപോലെ തന്നെ ശിവൻകുട്ടി ആയിരുന്നപ്പോഴാണ് ഇവിടെ ശിവപ്പെട്ടി കൊണ്ടുവച്ചത്, ഓർമ്മയുണ്ടോ? ഈ നഗരത്തിന്റെ എല്ലാ സ്ഥലത്തും അവൻ പെട്ടി കൊണ്ടുവച്ചു, ഇല്ലേ? ശവപ്പെട്ടി എന്ന് പേരും കിട്ടി, ശിവപ്പെട്ടി. കേരളകൗമുദി എഴുതി, എന്താ എഴുതിയത്? ശവപ്പെട്ടി എന്ന്. ആ പെട്ടിയുടെ പേരിൽ എത്ര രൂപ അടിച്ചെന്നറിയാം, അല്ലേ? ശിവൻകുട്ടി. ഈ ശിവൻകുട്ടി മുൻ മേയർ, ഇപ്പോഴത്തെ മേയർ, ഇവരെല്ലാം ഉണ്ടായിട്ട്
തലസ്ഥാന നഗരിയിലെ ജനങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കാനും ഈ നാട്ടിൽ ഭയവും ഭീതിയും. ഹോട്ടലിൽ കയറാൻ പറ്റുമോ? എല്ലായിടത്തും പൈപ്പിലെ വെള്ളമല്ലേ. വീടുകൾ എന്ത് ചെയ്യും? തലസ്ഥാനം വിട്ടുപോകാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് പാലോട് രവി പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു, ഇതാ ഈ സമരം ഇവിടം കൊണ്ട് തീരൂല. ഈ സമരം ഈ തലസ്ഥാന നഗരിയെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ അതിശക്തമായ സമരം ഈ 100 വാർഡിലും അതിന്റെ സന്ദേശം എത്തത്തക്ക രീതിയിലുള്ള വമ്പിച്ച പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും. ആ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ഇവിടെ ശുദ്ധജലം കിട്ടണമെന്ന് ആഗ്രഹമുള്ള, കോളറ മരണങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹമുള്ള, ഈ നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്.